ഒരു കുടയും പിടിച്ച് നിൽക്കുക, ഒരു കുടയും പിടിച്ച് സിമൻറ്റ് ബക്കറ്റും പിടിച്ച് എടുത്ത് നിൽക്കുക. അപ്പോൾ ഉടനെ ഇവർ തന്നെ നോക്കി നിൽക്കുക, വരാരിയിൽ അവിടെ ഇല്ല. അവരകത്ത് കയറി പള്ളിയുടെ അകത്തിരുന്നപ്പോഴും ഇവർ നോക്കുന്നുണ്ട്. ഇവരോടെന്തോ പറയാനുണ്ട്. ഈ ചേടത്തിക്ക്, ഈ സിമൻറ്റ് ബക്കറ്റും പിടിച്ച് കുടയും പിടിച്ച് നിൽക്കുന്ന ചേടത്തിക്ക് ഇവരോടെന്തോ പറയാനുണ്ട്. പക്ഷെ അവർക്ക് അടുത്ത് വന്നിരുന്നെങ്കിൽ പറയാൻ പറ്റിയാലും, പക്ഷെ അവരങ്ങനെ വരേണ്ട കാര്യമാണെന്ന് തോന്നിയില്ല. അവരകത്ത് കയറി കഴിഞ്ഞപ്പോഴും ഇവർക്കൊരു ധൈര്യം കിട്ടി. അവരതാ പറയണത്, ഈ ചേടത്തിയെ കണ്ടതിന് ശേഷം എനിക്ക് വല്ലാത്ത ധൈര്യമായി. പിറ്റേ ദിവസം ഞങ്ങളുടെ വീട്ടിൽ എൻജിനീയർ വന്ന്, അത്രയും നാൾ വരാതിരുന്ന മനുഷ്യൻ വന്നിട്ട് പെരക്ക് സ്ഥാനം വളർന്നിട്ട് സ്കെച്ചും പ്ലാനും ആക്കിയിട്ട് ഉടനെ പെരപ്പണി ആരംഭിച്ചു. പെരപ്പണി തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനൊരു ധ്യാനകേന്ദ്രത്തിൽ പോയി. 5 ദിവസത്തെ ധ്യാനത്തിന് പോയി. അപ്പോൾ ഒരു ബ്രദർ എന്നോട് ചോദിച്ചു, കൗൺസിലിംഗ് എന്ന ബ്രദർ ചോദിച്ചു, കൃപാസനം മാതാവിനെ കണ്ടല്ലേ എന്ന് ചോദിച്ചു. ഞാൻ വിയർത്തു പോയി എന്ന് പറഞ്ഞ്. കാര്യം ബ്രദറിനെ അവർ കിണറ്റിൻ്റെ വെട്ടി വെച്ച് കണ്ട ആൾ കൃപാസനം മാതാവാണെന്ന് അമ്മക്കറിയത്തില്ല. അതുകൊണ്ട് ബ്രദറിലൂടെ അമ്മയെ വെളിപ്പെടുത്തിയതാണ്. അപ്പം കറക്റ്റല്ലേ? സിമൻറ്റ് ബക്കറ്റ് പെരപണിയാൻ ഉള്ള ആൾക്കാർ ഉപയോഗിക്കണമല്ലേ സിമൻറ്റ് ബക്കറ്റ്. കുടയെന്ന് പറഞ്ഞാൽ എന്താണ്? വീടിന് നമ്മൾ ഉപയോഗിക്കുന്നത് കുടയാണ്. വീടിൻ്റെ സിമ്പിൾ എന്താണ്? കുടയാണ്. മഴ വരാതിരിക്കാൻ വേണ്ടിയല്ലേ നമ്മൾ വീട് പണി താമസിക്കണത്. അപ്പം നിൻ്റെ വീട് പണിയാൻ വേണ്ടി ഞാൻ റെഡിയാണ്. സിമൻറ്റ് ബക്കറ്റും പിടിച്ച് കുടയും പിടിച്ച് ആൾ നിൽക്കുകയാണ്. കൈ ഇട്ടിച്ച് കർത്താവ് ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്ന അവിടുത്തെ സാന്നിധ്യത്തിൽ നന്ദി പറയുന്നു. അപ്പോൾ ഇപ്പോൾ ജോസഫത്തിന് മാത്രമല്ല മാതാവ് പ്രത്യക്ഷപ്പെടണത്, എല്ലാവർക്കും. ആർക്കെല്ലാം ധൈര്യം പോകുന്നുണ്ടോ, ആർക്കെല്ലാം കണ്ണീര് പൊടിയുന്നുണ്ടോ, ആർക്കെല്ലാം രോഗമുണ്ടോ, ആർക്കെല്ലാം വിഷമമുണ്ടോ, അവിടെ മുമ്പിലെല്ലാം പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് സഞ്ചാരി മാതാവ് ഈ ദുരന്തമുണ്ടാകാമ്പോൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് അമ്മ നമ്മളെക്കൊണ്ട് ലോകത്തെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചുകൊണ്ട് ലോകത്തെ വിശുദ്ധീകരിക്കുകയും ശക്തീകരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന വലിയ കാലഘട്ടത്തിലെ കാർപ്പോടുകൂടി കർത്താവ് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ദൈവരാജ്യത്തിന്റെ അടയാളങ്ങൾ കൊണ്ട് ഞങ്ങളുടെ സമൂഹത്തെ ധന്യമാക്കുന്നതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. അനുഗ്രഹം നദി പോലെ ഒഴുകും, അനുദവിച്ചിടുവിനെന്നും അമ്മ. അനുഗ്രഹം നദി പോലെ ഒഴുകും, കൃപയുടെ വഴികളിൽ സഞ്ചരിച്ചിടാൻ പ്രാർത്ഥന വരമേകും സ്നേഹനാഥൻ. പാടുക എല്ലാവരും. കൃപയുടെ വഴികളിൽ സഞ്ചരിച്ചിടാൻ പ്രാർത്ഥന വരമേകും സ്നേഹനാഥൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ് മക്കളെ. ആ മത്തായിയുടെ ശ്രീകാരുടെ സുവിശേഷം 25:18 എന്തുകൊണ്ടാണ് യവന് ദൈവം 1 താലന്ത് മാത്രം കൊടുത്തത്? മറ്റുള്ളവർക്ക് 5ഉം 2ഉം കൊടുത്തപ്പോൾ ഈ കക്ഷിക്ക് എന്താ 1 കൊടുത്തത്? അവൻ കുഴിച്ചിടുമെന്ന് ദൈവത്തിന് നേരത്തെ അറിയാം. ദൈവമല്ലേ വിഷയം. അവൻ കുഴിച്ചിടുമെന്ന് ഒരു സംഭവം നടക്കത്തില്ല. ചുമ്മാ അഭ്യാസം കാണിക്കാൻ വേണ്ടി ഉടമ്പടിയെത്തി ഇരിക്കുകയാണെന്ന് വിചാരിച്ചുകൊണ്ട് യവൻ കുഴിച്ചിടുമെന്ന് ദൈവത്തിന് അറിയാം. അതുകൊണ്ടാണ് ആളെന്തരം നോക്കിയ ദൈവം പെരുമാറിയിരിക്കുന്നത്. 1 കൊടുത്തിരിക്കുന്നത്. പോയാലും 1 പോകത്തുള്ളൂ, ആ 2 പോകത്തില്ലല്ലേ. എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, ദൈവം ഈ ആളെ നോക്കും ആദ്യം തന്നെ. നാളെ എന്ത് സംഭവിക്കും, നാളെ എന്താ സംഭവിക്കണം. മിനിരാജൻ എന്താ പറയണത്? ഞാൻ ഉടമ്പടി ജീവിക്കാൻ പോവുകയാണ്. അപ്പോൾ അവൾ അതങ്ങനെ ചെയ്യുമെന്ന് ദൈവത്തിന് അറിയാം. അങ്ങനെ അവൾ ചെയ്യുമെന്ന് ദൈവത്തിന് അറിയാം. അതുപോലെ തന്നെ നമ്മൾ നാളെ ഈ ഉടമ്പടിയുമായിട്ട് പോകുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യണമെന്ന് ദൈവത്തിന് നേരത്തെ അറിയാം. ഇപ്പം ഞാൻ ചില സമയത്ത് ബൈബിൾ വായിക്കുമ്പോൾ ഞാൻ ചിരിക്കും. സാധാരണ ബൈബിൾ വായിക്കുമ്പോൾ ചിലപ്പോൾ കരയുകയും ചെയ്യും. ബൈബിൾ അങ്ങനെ ഒരു പുസ്തകമാണ്.
കർത്താവിൻ്റെ ഫീലിങ്ങിലോടുകൂടി നമ്മൾ പോകുമ്പോൾ ചിലപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കും, നമ്മൾ ചിലപ്പോൾ ചിരിക്കും, ചിലപ്പോൾ വിസ്മയിക്കും, ചിലപ്പോൾ അന്തം വിട്ടു പോകും. ബൈബിൾ അങ്ങനെ ഒരു സംഭവമാണ്. അതെന്ത് സംഭവിച്ചു? ഞാനൊരു സമയം ബൈബിൾ വായിച്ചോ ചിരിച്ച്. എനിക്കറിയാം, എനിക്ക് ദൈവത്തിൻ്റെ സ്വഭാവം അറിയാവില്ല. കാര്യം കർത്താവ് ആ വീട്ടിൽ ചെന്നിരിക്കണതാണ്. ആരുടെ? പത്രോസിൻ്റെ വീട്ടിൽ. പത്രോസിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ എന്നാ സംഭവിച്ചിരിക്കണത്? പത്രോസിൻ്റെ ഭാര്യയുടെ അമ്മ വലിയ കൊടിയ പനി പിടിച്ച് ഡെങ്കി അടിച്ച് കിടപ്പാണ് പാർട്ടി. വലിയ പനി പിടിച്ച് കിടക്കുകയാണ്. പക്ഷേ അമ്മയ്ക്ക് ഈശോയ്ക്ക് അറിയാം എന്താ സംഭവം. ഇവരെഴുന്നേറ്റാൽ തീർച്ചയായിട്ടും ഒരു ഗ്ലാസ് വെള്ളം ആ വീട്ടിൽ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. ക്ലിയറാണ്, അത് ക്ലിയറാണ്, എൻ്റെ സംശയമില്ല. എൻ്റെ അത് എഴുതിയിട്ടുണ്ടായിരുന്നു, ഇല്ലാത്തൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അവരെ അങ്ങനെ ഒരു നല്ല സ്ത്രീയാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ചിലർ പറയും പത്രോസിൻ്റെ ഭാര്യ നേരത്തെ മരിച്ചു പോയി, മക്കളെ നോക്കിയത് മദറിൻലോയാണ് എന്ന് പറയും. എനിവേ നോക്കിയല്ലോ. ഇനി ഭാര്യ ഉണ്ടായാലും കർത്താവിൻ്റെ ജോലിക്ക് വേണ്ടി പത്രോസ് പോയപ്പോൾ ഈ ഭാര്യനെയും മക്കളെ നോക്കിയതാരാണ്? ആ ചെടുത്തിയാണ്. ആ ചെടുത്തി ബേസിക്കലി നല്ല പ്രഷിതയാണ്. അവർ പനി പിടിച്ചാണ് കിടക്കണമെന്നുണ്ടെങ്കിലും അവർ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഉടനെ ചെയ്ത പരിപാടി എന്താണ്? അവരെ ശുശ്രൂഷിച്ചു. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. ലൂക്ക 4:39. അവൻ അവളുടെ അടുത്തെത്തി പനിയെ ശാസിച്ചു. അത് അവളെ വിട്ടുമാറി. ഉടനെ അവൾ എഴുന്നേറ്റ് അവരെ ശുശ്രൂഷിച്ചു. ഇതാണ് പ്രശ്നം. നമുക്ക് പലർക്കും ഇല്ലാത്തൊരു വിഷയമാണ്. പനി കഴിഞ്ഞതല്ലേ ഉള്ളൂ, ഇനി 2 ആഴ്ച കഴിഞ്ഞിട്ട് ശുശ്രൂഷിക്കാമെന്ന് പറഞ്ഞ് കിടന്നുണ്ടാക്കും. ഇല്ല വിഷയം ഇതല്ലേ. ശുശ്രൂഷിക്കാൻ മനസ്സില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം പനിയല്ല, പണ്ടാരം വിട്ടു മാറിയാലും കയ്യനങ്ങത്തില്ല അവരുടെ. ഈ ചേർത്തി കുറച്ച് ബെറ്ററാണ്. എന്താ പറഞ്ഞത്? പനി അവരെ വിട്ടുമാറി. ഇതെന്താ ചെയ്തത്? ഉടനെ അവൾ എഴുന്നേറ്റ് അവരെ ശുശ്രൂഷിച്ചു. അപ്പം നമ്മുടെ ഒരു ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു സങ്കടം കഴിഞ്ഞാൽ ഉടനെ ശുശ്രൂഷ മൈൻഡുള്ളവരെ സംബന്ധിച്ചിടത്തോളം ആവതുണ്ടെങ്കിൽ, ഇത്തിരി ആവത് കിട്ടിയ, തല പൊങ്ങി കിട്ടിയ അവർ കർത്താവിൻ്റെ ജോലി ചെയ്യും. ഉടമ്പടി എടുത്ത എൻ്റെ ദൈവത്തിൻ്റെ പൈതലെ സത്യക്കുക, നിൻ്റെ തല അല്പം പൊങ്ങിയ അപ്പം കർത്താവിൻ്റെ പേര് നീ ചെയ്യുമെങ്കിൽ അത് നീ ചെയ്യുമെന്ന് കർത്താവ് മുൻകൂട്ടി അറിയാമെങ്കിൽ ദൈവം ഇപ്പം ഇവിടെ നിന്നെ അനുഗ്രഹിച്ചിരിക്കും. കൈ ഇട്ടിച്ച് കർത്താവ് എന്തു ചെയ്തു നന്ദി ചൊല്ലിടും എന്റെ കൊച്ചു ജീവിതത്തെ നിന്റെ മുൻപിൽ ഇത്ര നല്ല ദൈവത്തോടു എന്തു ചെയ്തു നന്ദി ചൊല്ലിടും എന്റെ കൊച്ചു ജീവിതത്തെ നിന്റെ മുമ്പിൽ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇപ്പൊ നമ്മൾ പട്ടിണിയാണെന്ന് വിചാരിക്കുക. നമ്മുടെ പട്ടിണി വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളൊക്കെ ഇല്ലായ്മക്കാരാണെന്ന് വിചാരിക്കുക. നമ്മുടെ ഇല്ലായ്മ ഒരു ദിവസം ദൈവം പരിഹരിക്കുകയാണെങ്കിൽ അപ്പം തന്നെ പരിഹരിക്കണ ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് കിട്ടിയതിൻ്റെ പങ്ക് മറ്റുള്ളവർക്ക് കൊടുക്കുമെങ്കിൽ കർത്താവ് ഇന്ന് അത്ഭുതം പ്രവർത്തിക്കും. പറഞ്ഞാൽ മനസ്സിലായില്ലേ? നമ്മൾ പട്ടിണിയും പ്രവട്ടവും കഷ്ടപ്പാടും ഒക്കെ ആയിട്ട് പോവുകയാണ്. പക്ഷേ നിങ്ങളെ ഒന്ന് നേരെ നിൽക്കാൻ, തല പൊങ്ങാൻ കർത്താവ് അനുവദിച്ചാൽ നിങ്ങൾ അതേസമയം തന്നെ മറ്റുള്ളവരെ എല്ലാവരെയും സഹായിക്കുമെന്നുണ്ടെങ്കിൽ കർത്താവ് നിങ്ങളെ ഇന്ന് അനുഗ്രഹിക്കും. അത് വചനവേദാന്ന് തരാവോ? അതായത് 5:7 ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ലൂക്കാ സുവിശേഷം ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. ലൂക്കാ 5:7. അവർ മറ്റേ വെള്ളത്തിൽ ഉണ്ടായിരുന്ന കൂട്ടുകാരെ ആംഗ്യം കാണിച്ച് സഹായത്തിന് വിളിച്ചു. അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇവർ വള്ളത്തിന് പണിയൊന്നുമില്ലാതെ വിഷമിക്കുകയാണ്. അപ്പോൾ കർത്താവ് പറഞ്ഞു വലതുവശത്ത് വലയിറക്കുക, അപ്പോൾ നിങ്ങൾക്ക് കിട്ടുമെന്നിരിക്കും.
കിട്ടിയപ്പോൾ വല തകൃതിയായി കിട്ടിയത് എന്തുകൊണ്ടാണ് തകൃതിയായി? അതായത് ഒരു വള്ളത്തിനല്ല കൊടുത്തിരിക്കുന്നത്, 2 വള്ളത്തിനും കൂടി കൊടുത്തിരിക്കുക. അടുത്തുള്ള വള്ളങ്ങൾക്കെല്ലാം വേണ്ടിയാണ് കൊടുത്തിരിക്കുന്നത് കർത്താവ്. അവർക്കത് മനസ്സിലായി അത്. പക്ഷേ നമ്മുടെ ഒരു വീടിന് വേണ്ടി മാത്രമല്ല ദൈവം അനുഗ്രഹിക്കണത്. ദൈവം നിങ്ങളുടെ ബുദ്ധി നിങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ അമ്മയുടെ അനിയത്തിമാർ, ചേട്ടത്തിമാർ, ചേട്ടന്മാർ, അയൽവാസികൾ, അന്യമതസ്ഥർ, അയൽവാസികളുമായി നമ്മുടെ നാട്ടിൽ താമസിക്കുന്ന, നമ്മുടെ കൂടെ താമസിക്കുന്ന പാവപ്പെട്ടവർ എല്ലാവരെയും ഉദ്ദേശിച്ചുകൊണ്ടാണ് ദൈവം നമ്മൾ അനുഗ്രഹിക്കണത്. ഈ ഒരു ബോധം ഉണ്ടാകണം. കിട്ടിയെന്ന് പറഞ്ഞ് നമ്മൾ മാത്രം എടുത്തുകൊണ്ട് അണ്ണാക്കിലോട്ട് കയറ്റി കഴിഞ്ഞാൽ ദൈവം പിന്നെ കാലണ കാശൊക്കെ തരത്തില്ല. ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ മൈൻഡ് സെറ്റ്, ദൈവത്തിൻ്റെ മനസ്സറിയണം. ഇല്ലായ്മയാണ് വല്ലായ്മയാണെന്ന് കണ്ടാൽ ദൈവം തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കുമ്പോൾ തരുമ്പോൾ നിങ്ങൾക്ക് വേണ്ടതിനേക്കാൾ കൂടുതൽ തരുന്നതിൻ്റെ കാരണം മറ്റുള്ളവർ സഹായിക്കാൻ തന്നെയാണ്. അതാ വചനം പറഞ്ഞത്. അവർ മറ്റു വള്ളക്കാരെ ആംഗ്യം കാണിച്ച് വിളിക്കേണ്ടി വന്ന സാഹചര്യം എന്താണ്? ഇവർക്ക് എടുത്താൽ പൊങ്ങാത്ത കൊണ്ടാണ്. എന്താ എടുത്താൽ പൊങ്ങാത്ത വന്നത്? അവർക്കുള്ളത് കൂടി കൊടുത്തത് കൊണ്ടാണ് ഇവർക്ക് പൊങ്ങാൻ പറ്റും. പക്ഷെ അവരത് മനസ്സിലാക്കി. എടുത്താൽ പൊങ്ങാത്ത സംഭവമാകുമ്പോൾ അവർക്കുള്ളത് കൂടി ഇതിനകത്ത് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അവരത് കൊടുത്തു. അവരുടെ മറ്റു വള്ളങ്ങളെ മുങ്ങാറാകുളം നിറച്ച്. അപ്പോൾ ദൈവത്തിനറിയാം ഇവരങ്ങനെ ചെയ്യുമെന്നറിയാം. നിൻ്റെ സഹോദരനെ, ശത്രുവിനെ പോലും നീ നാളെ സന്ധിക്കുമെന്ന് ദൈവത്തിന് അറിയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു മനസ്സിലോട്ട് നീ മാറുകയാണ്, ഉടമ്പടി പ്രകാരം മാറുകയാണെങ്കിൽ, ദൈവപൈതലേ, ഇന്ന് ഈ രാത്രി നിൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കും. നീ ഒരു തീരുമാനം എടുക്കണം. ഇന്നൊരു തീരുമാനം എടുക്കണം. ദൈവത്തിന് മനസ്സറിഞ്ഞുകൊണ്ട് സുവിശേഷം ജീവിച്ചുകൊണ്ട് സുവിശേഷത്തിൻ്റെ ദൈവത്തിൻ്റെ സ്നേഹത്തിന് സാക്ഷിയായി ഉടമ്പടി പ്രകാരം എന്നെ ഉയർത്തണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ. സൽക്കർമ്മങ്ങളിൽ സ്ഥിരതയോടെ നിന്ന് നിത്യമരത്വം കരയേറ്റുവാൻ ഈ ആരാധനയിലൂടെ കൃപയാകണമേ. നടന്ന ദൈവത്തിൻ്റെ മനസ്സലിവിൻ്റെ അനുകമ്പാരിതമായ പരസ്നേഹ ഉപവിപ്രവർത്തനങ്ങൾ എല്ലാ കാലങ്ങളിലും സൂര്യൻ അസ്തമിക്കണവരെ നടക്കണമെന്ന് ദൈവത്തിന് ആഗ്രഹമുള്ളത് കൊണ്ടാണ് കർത്താവ് പറഞ്ഞത്. എന്താണ്? ഞാൻ പോയാലും, നിത്യത്തിലേക്ക് പോയാലും, ഞാൻ അരൂപിയിൽ ആത്മാവിൽ നിങ്ങളുടെ കൂടെ വസിക്കുമ്പോഴും നിങ്ങളിവിടെ ഉണ്ടായിരുന്നുള്ള കാലം എന്ത് ചെയ്യണം? ഇത് നിങ്ങൾ തുറന്നുകൊണ്ടേയിരിക്കണം. രോഗിയെ കാണുമ്പോഴും, ഇല്ലായ്മയെ കാണുമ്പോഴും, വരയമയെ കാണുമ്പോഴും നിങ്ങൾ അവരെയെല്ലാം ഞാനാണെന്ന് കരുതിക്കൊണ്ട് എൻ്റെ മനസ്സലിവ് ഈ കാലഘട്ടങ്ങളിൽ എന്നെ സ്വീകരിക്കുന്നവരിലൂടെ ഇതിൽ നിന്ന് മറ്റവരിലേക്ക് പകർന്നുകൊണ്ട് ഇരുന്നുകൊണ്ട് ഈ ലോകം മുഴുവനും സ്നേഹത്തിൻ്റെ, അനുകമ്പയുടെ, ഉപവിയുടെ ദൈവരാജ്യമായി മാറണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് കർത്താവ് സംസാരിച്ചത്. മത്തായിയുടെ സുവിശേഷം 25:35 ശ്രദ്ധിക്കട്ടെ. 25:35 മുതലുള്ള തിരുവചനങ്ങൾ. എന്തെന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു. ആർക്കെല്ലാം എന്തെങ്കിലും ചെയ്തോ, ആരെല്ലാം പട്ടിണിയും പരിവട്ടവും വിഷമവും വേദനയും കാരാഗ്രഹവുമായിട്ട് ഇവിടെ ജീവിക്കുന്നുണ്ട്, കണ്ണിൽ നിന്ന് കണ്ണീര് പൊടിയുന്നുണ്ട്, അവരെല്ലാം ഞാനാണെന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യരാശിയുടെ കണ്ണീരിനോട് മാനുഷികമായ അജ്ഞതായിട്ട് പുലർത്താൻ വേണ്ടി മനുഷ്യാവതാരം ചെയ്തവൻ ഇന്ന് നിന്റെ കൂടെ ജീവിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ കൈയായി കാലായി അവനായി നീ തുടരേണ്ട സുവിശേഷ ജോലിയാണ് ഉടമ്പടി നിന്നെ ഏൽപ്പിക്കുന്നത്. കൈയടിച്ച് കർത്താൻ ഒരുമിച്ച് പാടാൻ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ഈ കാലഘട്ടങ്ങളിൽ അങ്ങയുടെ കൈയായും കാലായും പ്രവർത്തിക്കുവാൻ ഈ ഉടമ്പടി ആരാധനയിലൂടെ ഞങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, മഹത്വം, ആരാധന, ആരാധന.
പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ ക്ലേശകാലത്ത് കൂടാതിരിപ്പാൻ എന്റെ പ്രിയരെന്നെ മറയ്ക്കും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേൽ എന്നെ അവൻ കയറ്റി നിൽക്കും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേൽ എന്നെ അവൻ കയറ്റി നിൽക്കും. ക്ലേശകാലത്ത് കൂടാതിരിപ്പാൻ എന്റെ പ്രിയരെന്നെ മറയ്ക്കും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേൽ എന്നെ അവൻ കയറ്റി നിൽക്കും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേൽ എന്നെ അവൻ കയറ്റി നിൽക്കും. ക്ലേശകാലത്ത് കൂടാതിരിപ്പാൻ എന്റെ പ്രിയരെന്നെ മറയ്ക്കും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേൽ എന്നെ അവൻ കയറ്റി നിൽക്കും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേൽ എന്നെ അവൻ കയറ്റി നിൽക്കും. എന്നെ അവൻ കയറ്റി നിൽക്കും. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ താലന്തുകളെയും പ്രതിയും ഞങ്ങൾ നന്ദി പറയുന്നു. യേശുവേ അത് വെച്ച് കൃപ സമ്പാദിക്കുവാൻ, യേശുവേ കൃപാവരം പ്രവൃത്തികൾ ചെയ്യുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, രോഗമുള്ളിടത്ത് കൈകൾ വെച്ചുകൊണ്ട് കൃപാസനത്തിന് ഈശോ തന്ന ഏറ്റവും വലിയ അഭിഷേകത്തിൻ്റെ ഒരു പ്രാർത്ഥനാ രൂപമാണ് രോഗമുള്ളിടത്ത് കൈകൾ വെച്ച് പ്രാർത്ഥിക്കുന്നത്. അനേകം മക്കളാണ് ഈ സമയത്ത് തീർത്ഥാടനത്തിൽ ഇവിടെ ഇരിക്കുന്നവരും ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരും. അവരെപ്പോഴാണ് ഈ ആരാധന കൂടാൻ സൗകര്യം കിട്ടുന്നത് അപ്പോഴൊക്കെ അവർ സൗഖ്യപ്പെടുന്ന സന്ദേശങ്ങൾ സാക്ഷ്യം ഇവിടെ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് കേട്ടിട്ടുണ്ട്. യൂട്യൂബിലുണ്ടത്. അതുകൊണ്ട് തന്നെ ആ ഒരു ബോധത്തിലും വിശ്വാസത്തിലും വേണം നിങ്ങൾ കൈവെക്കാൻ. നിങ്ങൾ കൈവെക്കുമ്പോൾ കർത്താവിൻ്റെ ആണിപ്പെടുത്താവുന്ന അത്ഭുതകരമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആ കൈകൾ പ്രാർത്ഥിക്കുക. കർത്താവേ, എൻ്റെ കൈകളെ അങ്ങയുടെ ആണിപ്പെടുതാർന്ന അത്ഭുത കരങ്ങളായി അങ്ങ് മാറ്റണമേ. കർത്താവേ, കാറ്റിനെ ശാസിച്ച അങ്ങയുടെ കരങ്ങള് എൻ്റെ രോഗമുള്ളിടത്ത് ഇപ്പോൾ വയ്ക്കണമേ. കർത്താവേ, ലാസറിനെ ഉയർപ്പിച്ച അങ്ങയുടെ ശക്തമായ കരങ്ങള് എന്റെ രോഗമുള്ളിടത്ത് ഇപ്പോൾ വെക്കണമേ. അന്തന്റെ കണ്ണിനെ സ്പർശിച്ച അങ്ങയുടെ കരുണയുടെ കരങ്ങള് എന്റെ രോഗമുള്ളിടത്ത് ഇപ്പോൾ വെക്കണമേ. കാനായിലെ വെള്ളത്തെ വീഞ്ഞാക്കിയ അങ്ങയുടെ ആശീർവാദ കരങ്ങള് ഇപ്പോൾ എന്റെ മേൽ വയ്ക്കണമേ. പാപങ്ങളെ എഴുതി തള്ളിക്കൊണ്ട് പാപിനോട് സംസാരിച്ചപ്പോഴ് നിലത്തെഴുതിയ കർത്താവേ, അങ്ങയുടെ പാപക്ഷമയുടെ കരങ്ങള് ഇപ്പോൾ എന്റെ മേൽ വെക്കണമേ. അഞ്ചപ്പത്തെ ആശീർവദിച്ച് 5000 പേർക്കായി വിളമ്പിയ കർത്താവേ, അങ്ങയുടെ അപ്പത്തെ ആശീർവദിച്ച കരങ്ങള് എന്റെ ജീവിത ആവശ്യങ്ങളുടെ മേൽ ഇപ്പോൾ
ഇപ്പോൾ വെക്കണമേ. കർത്താവേ, ചെകിടന് തുറക്കപ്പെടട്ടെ കൽപ്പിച്ചുകൊണ്ട് ചെവികളിലെ വയ്ക്കപ്പെട്ട അങ്ങയുടെ സൗഖ്യകരങ്ങള് എന്റെ ശരീരത്തിലെ രോഗമുള്ളെടുത്ത് ഇപ്പോൾ വെക്കണമേ. ഉച്ചി മുതല് കാൽ വരെ അർശസ് രോഗങ്ങള്, വെരിക്കോസിന് അസുഖങ്ങള്, വിസർപ്പ രോഗങ്ങള്, പിസിഒഡി രോഗങ്ങള്, ആന്തരിക സൗഖ്യങ്ങള്, അവയവങ്ങളുടെ സൗഖ്യങ്ങള്, ശ്വാസകോശ രോഗങ്ങള്, TB രോഗങ്ങള്, തൈറോയ്ഡ് രോഗങ്ങള്, സിസ്റ്റ് രോഗങ്ങള്, കല്ലുണ്ടാകുന്ന രോഗങ്ങള്, മരവിപ്പ് രോഗങ്ങള്, വാതരോഗങ്ങള്, യേശുവിന്റെ നാമത്തിൽ പോകട്ടെ. സന്തോഷത്തോടെ ക്ലേശകാലത്ത് എന്നെ പ്രിയരെന്നെ മറക്കും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേ എന്നെ അവൻ കയറ്റി നിൽക്കും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേ എന്നെ അവൻ കയറ്റി നിൽക്കും. ക്ലേശകാലത്ത് എന്റെ പ്രിയനെന്നെ മറയ്ക്കും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേ എന്നെ അവൻ കയറ്റി നിൽക്കും. എന്നെ അവൻ കയറ്റി നിൽക്കും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കൈകൾ കൂപ്പി കർത്താവിനെ തന്നെ നോക്കിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിക്കണം. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ഈ പ്രാർത്ഥന കൂട്ടായ്മയില് ഓൺലൈനായി പ്രാർത്ഥിക്കുന്നവരെല്ലാം അവർ ഏതെല്ലാം കാലത്ത് എന്തിനെല്ലാം വേണ്ടി പ്രാർത്ഥിച്ചാലും ഈ പ്രാർത്ഥനയുടെ ശക്തിവിശേഷം അവർക്ക് അനുഭവപ്പെടുവാൻ അമ്മേ പരിശുദ്ധ അമ്മേ എല്ലാവർക്കും വേണ്ടി സ്വർഗീയ നിമിഷങ്ങളിലെ മാധ്യസ്ഥം വഹിക്കണമേ. മക്കളില്ലാത്തവര്, സ്ത്രീ സണ്ടത്വമുള്ളവര്, പുരുഷ സണ്ടത്വമുള്ളവര് കർത്താവേ അങ്ങ് സ്പർശിക്കണമേ. ജീവനമായിട്ടുള്ള ശക്തിവിശേഷം അങ്ങിലേക്ക് അങ്ങിൽ നിന്ന് ഒഴുകട്ടെ. മക്കളില്ലാത്തവർക്ക് ഈ നിമിഷം കുഞ്ഞുങ്ങൾ ജനിക്കാൻ ശക്തി ലഭിക്കട്ടെ. ക്ലേശകാലത്ത് കൂടാതെ എന്റെ പ്രിയരെന്നെ മറയ്ക്കും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേ എന്നെ അവൻ കയറ്റി നിൽക്കും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേ എന്നെ അവൻ കയറ്റി നിൽക്കും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, ജോലി ഇല്ലാത്തവര്, തടസ്സമുള്ളവര്, PR കിട്ടാത്തവര്, പരീക്ഷയിൽ ആദ്യം തോറ്റവര്, റീവാലുവേഷൻ കൊടുത്തവര്, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവര്, ഇന്റർവ്യൂവിന് പോകാൻ പോകുന്നവര്, ഇന്റർവ്യൂവിന്റെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവര്, എല്ലാവരുടെ മേലും കർത്താവിന്റെ സംരക്ഷണം നിറയട്ടെ. ശ്രദ്ധിക്കട്ടെ. എല്ലാവരുടെയും
അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേൽ എന്നെ അവൻ കയറ്റി നിർത്തും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേൽ എന്നെ അവൻ കയറ്റി നിർത്തും. പ്രാർത്ഥിക കർത്താവ് ദൈവമേ, കർത്താവായ ദൈവമേ, കടങ്ങളുള്ളവര് ജപ്തി നടപടിയെ സങ്കടം അനുഭവിക്കുന്നവര് ഭയപ്പെടുന്നവര് പരിഹരിക്കാൻ മാർഗമില്ലാത്തവര് വിൽക്കാൻ പറ്റാത്തവര് വിൽക്കാൻ ആഗ്രഹിക്കുന്നവര് എല്ലാവരുടെ മേലും സമാശ്വാസത്തിന്റെ പുതിയ വഴികള് ചൂണ്ടിക്കാണിക്കണമേ. പുതിയ വഴികൾ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. ജീവസന്ധാരണത്തിന് ആവശ്യമായിട്ടുള്ള വഴികൾ തുറന്നു തരണമേ. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേൽ എന്നെ അവൻ കയറ്റി നിർത്തും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേൽ എന്നെ അവൻ കയറ്റി നിർത്തും. പിതാവായ ദൈവമേ, മക്കളില്ലാത്തവര് ഓട്ടിസമുള്ളവര് ഹൈപ്പർ ആക്ടിവിറ്റി കുഞ്ഞുങ്ങള് ബ്രെയിനിൽ വെള്ളം കെട്ടി കിടക്കുന്ന കുഞ്ഞുങ്ങള് വളർച്ചയില്ലാത്ത കുഞ്ഞുങ്ങള് ബുദ്ധിബോധമില്ലാത്ത കുഞ്ഞുങ്ങള് കർത്താവിന്റെ കാരുണ്യ മധ്യസ്ഥതയില് ഉടമ്പടി എടുത്തു പോയ എല്ലാവരിലേക്ക് ആവശ്യിക്കട്ടെ. വൈരാഗ്യങ്ങള് ശത്രുതകള് അവസ്ഥകള് യേശുവിന്റെ നാമത്തിൽ വീര്യമാകട്ടെ. ക്ലേശകാലത്ത് എന്റെ പ്രിയൻ എന്നെ മറയ്ക്കും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേൽ എന്നെ അവൻ കയറ്റി നിർത്തും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേൽ എന്നെ അവൻ കയറ്റി നിർത്തും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് കർത്താവായ ദൈവമേ, വിവാഹബന്ധം വേർപെടാൻ പോകുന്നവര്, കോടതി കേസ് കിടക്കുന്നവര്, ജീവിത പങ്കാളി ഒന്നിച്ച് ജീവിക്കാൻ ആഗ്രഹമുള്ളവര്, അവരുടെ മേലെ ആരാധനയിലെ കാരുണ്യം വർഷിക്കണമേ. തകർന്നിരിക്കുന്ന എല്ലാ മക്കളെയും ഈ ആരാധനയിലൂടെ കുട്ടി യോജിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാക്ഷികളാക്കി ഉയർത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മൗന പ്രാർത്ഥനയുടെ സമയമാണ്. എന്തെങ്കിലും കാര്യം അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മക്കൾ ഇപ്പോഴേ മൗനമായി പ്രാർത്ഥിക്കേണ്ടതാണ്. മാതാവിൻ്റെ മധ്യസ്ഥയിൽ ഈശോ ആരാധനയും ജ്വലിച്ച് നിൽക്കുന്ന വലിയ ദൈവിക സ്വർഗീയ നിമിഷങ്ങൾക്ക് നിങ്ങൾ തന്നെ സമർപ്പിക്കുക.